ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് വൈഷ്ണൊന്ന് സ്കൂളിൽ പോകണ്ട. അപ്പോൾ ഇവിടെ ഉണ്ട് ഇവർ എല്ലാവരും കൂടി അമ്പലത്തിൽ പോകാൻ പോകണം കേട്ടോ. ഞാൻ പോകുന്നില്ല. ഞാൻ എഴുന്നേറ്റപ്പോൾ ലേറ്റായി. പിന്നെ എനിക്ക് റെഡി ആവാൻ ഒത്തിരി സമയം വേണമല്ലോ, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അവർ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വാവയുണ്ട്, വൈഷുണ്ട്. വേട്ടൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത്. എങ്ങനെയാണ് പോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. വണ്ടി ഇവിടെ കാണുന്നില്ല. ഇനി എന്താണ് ഉദ്ദേശമെന്ന് എനിക്കറിയാൻ വയ്യ. അത് മാത്രമല്ല നമ്മുടെ റോഡ് ഇവിടെ പണി കഴിഞ്ഞിട്ട് ഇട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതുവഴി വണ്ടിയൊന്നും ഇറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും അവർ ഇറങ്ങുന്നുണ്ട്, നമുക്ക് നോക്കാം. നടങ്ങി ഒന്ന് നിന്ന് ഇവിടെ കൊള്ളാലിയ. എന്ത് വൈശിക നിന്നേ നോക്കട്ടെ. സുന്ദരിയായിട്ടുണ്ട്. അയ്യോ വൈശിക, കൊള്ളാം കൊള്ളാം, സൂപ്പർ. ടാറ്റ അമ്മ. വെള്ളത്തിൽ ചവിട്ടല്ലേ. വൈശോടെ ഇല്ല, അച്ചായി ഇറക്കും. അപ്പം നമുക്ക് ചായ കുടിക്കാം രാവിലെ. നമ്മുടെ ചായ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാനിപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. നമ്മൾ ചിക്കൻ കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ചോറും ചിക്കൻ കറിയും, ചിക്കൻ ഫ്രൈ എന്തായാലും ആക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഇന്ന്. വേറെ ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. അപ്പം ഞാനൊന്നും കാണിക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ചിക്കൻ കറി ഉണ്ടാക്കുക. ഞാനിനി പ്രത്യേകിച്ച് കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കണ്ട. പിന്നെ ഇടയ്ക്കൂടെ ഒന്ന് ക്യാമറയിൽ നിന്ന് വിളിക്കാം, അതേ പറ്റൂ. ക്യാമറ എപ്പോഴും ഇങ്ങനെ എടുത്തോണ്ടിരിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഫോണിനകത്ത് വെള്ളമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ പണി കിട്ടും. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ജോലികളിലോട്ട് കിടക്കാം. ആദ്യം എനിക്ക് തേങ്ങ തിരുങ്ങണം, പിന്നെ കുഴക്കട്ട ഉണ്ടാക്കണം, പിന്നെ ചിക്കൻ റെഡി ആക്കണം. അപ്പോഴത്തേക്ക് ഏട്ടൻ വരുമായിരിക്കും. അപ്പോഴത്തേക്ക് ഉള്ളി അരിഞ്ഞ് തരും. അങ്ങനെ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ തേങ്ങ തിരുങ്ങി, ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് തന്നെ ഇങ്ങ് കുഴയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ കുഴച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ മാവ് കുഴച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വെള്ളം തിളച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ഇട്ട് കുഴക്കുകയൊന്നും വേണ്ട കേട്ടോ. ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്നും പരത്തിയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് കുഴച്ച് എടുത്താൽ മതി. ഞാൻ പിന്നെ ചുമ്മാ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഉരുളയാക്കുകയാണെങ്കിൽ നമുക്ക് 2 കൈയും വേണം. കറക്റ്റ് ഷേപ്പ് കിട്ടണം. അല്ലേ പിന്നെ ഇങ്ങനെ ആക്കി ഇട്ടാൽ മതി. കറക്റ്റ് ഉരുള അവിടെ 2 കൈയും കൂടെ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. ഇതാകുമ്പോൾ ഇങ്ങനെ ഞെക്കിയിട്ട് ഇങ്ങനെ ഇടാമെങ്കിൽ 1 കൈ മതി. അതാണ് ഞാനിങ്ങനെ ചെയ്യാൻ കാര്യം. മനസ്സിലായോ? നമ്മളപ്പം അരി കഴുകാണ് കേട്ടോ. രണ്ടുപേരുടെ എന്തെടുക്കുവാ? വൈശുക്കൊന്ന് മാറ്റിയടി. വൈശു, വൈശു, വൈശല്ല ചേച്ചി.
പാപ്പ തിന്നുണ്ടായോ? എടുത്തോണ്ട് വരട്ടെ? ഞാനെങ്ങും പോകുന്നില്ല. ബാക്കി വണ്ടിയൊക്കെ എന്ത് ചെയ്യുവാവേ? വൈശിക എന്തോ കളിക്കുന്നേ? എന്തോ എടുത്ത് വെച്ചേ കളിക്കുന്നേ? കമ്പും കോലും എല്ലാം ഉണ്ടല്ലോ. നോ പ്ലീസ്. കൊടുക്ക് വാവെങ്ങ്. വാവയ്ക്കോട്. അടിയിടല്ലേ. തന്നില്ലേ എൻ്റെ പൊന്നിന്? കൊടുക്ക് വാവേ. കൊടുക്ക്. കഷ്ടം. അവള് തരും. മോള് കളിപ്പാട്ടം ചേച്ചിക്ക് കൊടുക്ക്. കളിപ്പാട്ടം കൊടുക്ക്. അന്നേരം മോക്ക് പാവേ തരും. കൊടുക്ക്. കൊടുക്ക് കളിപ്പാട്ടം. കൊടുക്ക്. എന്തോ അടി തട്ടിക്കൊണ്ടു പോയത്? എന്തിനാണ് നനമ്പുണ്ടാക്കുന്നേ? കൊടുക്കുവാവേ. എന്തോന്ന് വെച്ചാൽ കൊണ്ട് കൊടുക്കും. പള്ളി രണ്ടുപേരുടെ വിട്ടിരുന്ന് അടിയിടുകയാണ് ഗൈസ്. കണ്ടില്ലേ എന്തിരുന്ന് വഴക്കിടുന്നേ? ഈ കൊച്ചിൻ്റെ ഓരോന്ന് എടുത്തോണ്ട് പോവാതടി കഴിച്ചു. ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. എത്ര വണ്ടിയാ? ലോറിയുണ്ട്, പൊക്കിത്തട്ടുണ്ട് ഇല്ലയാ? ഒരു പൊക്കിത്തട്ട് പോയ ഓക്കെ ഓക്കെ. രാവിലെ ഇതാണോ തിന്നുന്നത് നീ? നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കഴിക്കാൻ പോവുകയാണ്. ഇച്ചിരി പഞ്ചാര ഇട്ടിട്ടുണ്ട് കേട്ടോ. കഴിക്കും. വാവേ വെള്ളം ഉണ്ടാക്കാതെ വാവേ. ചിക്കൻ ഫ്രൈ റെഡിയായി. ഇത് ലെഗ് പീസ് വഴിച്ചെന്നുള്ളതാട്ടോ. വഴിച്ചതാണ് ഇവിടുത്തെ ലഘുകാരി. നമ്മുടെ കറിയും റെഡി ആയിരിക്കുകയാണ്. എൻ്റെ ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഇന്ന് കുറച്ചുകൂടി കളറൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മുളക് പൊടി അധികം ചേർത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ചിക്കൻ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്രയൊരു കളറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കറി അറിയാമല്ലോ, വെളുത്തിരിക്കും. പിന്നെ പോട്ടെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ കൂടിപ്പോയതാണ് കേട്ടോ ഇട്ടപ്പോൾ. ഇത്രയും കളറാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ കറിയും ഫ്രൈയും റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി കേട്ടോ. നല്ല സൂപ്പർ ചിക്കൻ കറി. ഞാനിപ്പോൾ ഉപ്പ് നോക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ കറി നല്ല ചൂടാണ്. അടുപ്പിൽ എടുത്തുകൊണ്ടിരുന്നിട്ട് വെന്ത് നന്നായിട്ട് ഗൈസ് വെട്ടമില്ല ഗൈസ്. വൈശു പറയാ ഗൈസ് വെട്ടമില്ല ഗൈസ്. ഇല്ല ഇടണം കേട്ടോ.
ഞങ്ങൾ അപ്പം നമ്മൾ ഒരാളെ വിളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു. അപ്പം വരുന്നുണ്ടോ അല്ല എപ്പോഴും ഇന്ന് തന്നെ വരുമോ എന്നുള്ള ഉറപ്പില്ലല്ലോ. ഞങ്ങൾ വെച്ച് ചിലപ്പോൾ രാവിലെ ആയി കഴിയുവാണെങ്കിൽ പിറ്റേ ദിവസം ആവത്തില്ലെന്ന് വിചാരിച്ചിട്ടാണ് പറയാഞ്ഞത്. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇതിൻ്റെ വാവ തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട് അല്ലേ വാവേ? പിന്നെ ഒരാളും കൂടിയുണ്ട്, ഒരാൾ നെറ്റി നോക്കുന്നു. അപ്പം അമ്മ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ വൈകിട്ട് വന്നു. അപ്പം അമ്മ വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വെച്ചിരുന്നേ. അപ്പോഴത്തേക്ക് ഞാൻ കുളിക്കാൻ പോയി. പിന്നെ വേണ്ട ഒരാളിവിടെ വണ്ടി ഓടിക്കുന്നു. പിന്നെ തല ഉറങ്ങി പോകും. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവള് വണ്ടി ഓടിക്കുമ്പോൾ ഏട്ടൻ ഉറങ്ങുമെന്ന് അവള് പറയുന്നത്. അതുകൊണ്ട് അമ്മച്ചി ഇവിടെ ഇരുന്നില്ലെങ്കിലേ ഏട്ടൻ ഉറങ്ങുമെന്ന് അവള് പറയുന്നത്. നമ്മളെപ്പോഴും ഇങ്ങനെ വിളിച്ചിരിക്കില്ലേ ഏട്ടാ ഏട്ടാ ഏട്ടാ. ഇവര് പളനി പോയിട്ട് തിരിച്ചു വന്ന ഓർമ്മ ഉണ്ടോ? ജീവൻ പണയപ്പെടുത്തിയ അതിനകത്തിരുന്നത് രാത്രിയിലെ വെളുപ്പിന്. എത്ര മണിക്കാ വന്നത്? 4 മണിക്ക്, 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ ഇപ്പം നമ്മൾ എത്തിയത്. അന്നേരം അത്രയും നേരമൊക്കെ ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്നില്ലേ. നമ്മള് ഇപ്പൊ ഇവിടെ ഈ മൊക്കായോ പുതിയ കാവായില്ലേ ആയോ അമ്മ? സ്ഥലമൊന്നും കണ്ണടക്കെ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എവിടെ മനസ്സിലാവുന്നില്ല. മറ്റേ നമ്മൾ ജസ്റ്റ് വെളിയിലോട്ട് നോക്കുമ്പോഴേ നമുക്കറിയാം എവിടെ എത്തിയെന്നുള്ളത്. പുതിയാവ് കഴിഞ്ഞ് ശരിയാ. ഓച്ചിറ എത്താറായി. നമ്മൾ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കായംകുളം റെയിൽവേ സ്റ്റേഷനിലാണ് വരുന്നത്. 10 മണിന്നാണ് പറഞ്ഞത്. എന്നാലും അവിടെ പിടിച്ചിടുവാണെങ്കിൽ അതിനെക്കാട്ടി ലേറ്റ് ആവുമല്ലേ. ഇപ്പോൾ എവിടെത്തി? ചെങ്ങന്നൂർ എത്തിയെന്ന് പറഞ്ഞു കേട്ടോ. ഇനി അവിടെ പിടിച്ചിടുവാണെങ്കിൽ കുറച്ചും കൂടെ ലേറ്റ് ആവും. പിന്നെന്തുവാ, രാവിലെ ഇവര് അമ്പലത്തിൽ പോയില്ലേ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഞാനേ കേട്ടോമ്മേ, ഇവർ രാവിലെ അമ്പലത്തിൽ പോയപ്പോഴേ ഇവർ നടന്നാ പോയത് കേട്ടോ. ഞാൻ വെച്ചിരുന്ന ഏട്ടൻ വണ്ടി ബൈക്ക് ചിലപ്പം കൊണ്ടുവന്ന് കാണത്തില്ല, വീട്ടിൽ വെച്ചിട്ട് കാർ എടുത്തുകൊണ്ട് വന്ന് കാണുമെന്ന് വിചാരിച്ചു. കാർ എടുത്തുകൊണ്ട് വന്ന് മോളി ചേച്ചിയുടെ അങ്ങ് ഇട്ടിട്ടേ നടന്ന് വന്നതായിരിക്കും. നമ്മുടെ വഴി കൊണ്ടിടുമ്പം വേറെ വണ്ടിക്കൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പുറത്തെ ഇപ്പുറത്തെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ കാറിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചിരുന്ന മോളി ചേച്ചിയുടെ അങ്ങ് കൊണ്ടിട്ടിട്ട് ഏട്ടൻ ഇങ്ങോട്ട് നടന്ന് വന്നതായിരിക്കും. അപ്പോൾ ഇവർ രാവിലെ നടന്ന് അങ്ങോട്ട് പോയത്. എന്നിട്ട് ഞാൻ പിന്നെ രണ്ടാമത് ഞാൻ എന്തോ കാര്യത്തിന് വെളിയിൽ ഇറങ്ങിയപ്പം ഞാൻ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയതാ പുറയിലോട്ട് കേട്ടോ. അതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന കാറ്. അപ്പം ഇവര് നടന്ന് തന്നെ പോയതാ കേട്ടോ. അമ്പലത്തിൽ പോയത്, അപ്പുറത്തെ അമ്പലത്തിൽ തന്നെ പോയത്. എന്നിട്ട് പിന്നെ തിരിച്ച് നടന്നിങ്ങ് പോയിരുന്നു. ഞാൻ പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കാറ് കിടക്കുന്നു. എന്നിട്ട് ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഏട്ടൻ എങ്ങനെ വണ്ടി എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചപ്പോൾ ഏട്ടൻ പറയാം ബൈക്ക് പെട്രോൾ തീർന്ന് വീട്ടിൽ ഇരിക്കുക, എന്നിട്ട് അവിടെ നിന്ന് ഇവിടെ വരെ നടന്നാ വന്നിരുന്നത് ഏട്ടൻ പറയുക. പിന്നെ അതും കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ കാറ് കാണുന്നത്. അപ്പുറത്തെ സൈഡിൽ കൊണ്ടിട്ട് കാറ്. അവിടെ പക്ഷേ സ്ഥലമുണ്ട് കേട്ടോ, നല്ല സ്ഥലമുണ്ട്. ആ വീട്ടിലൊക്കെ നല്ല സ്ഥലമുണ്ട്. പക്ഷെ എന്തെങ്കിലും പറയാനുണ്ടോടി? എന്തെങ്കിലും പറ. വാവയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറ വാവേ. മാവയുടെ താക്കോലൊക്കെ എടുത്ത് വെച്ച് കളിച്ചോണ്ടിരിക്കുക. മാവയുടെ തൊപ്പിണ്ടേ? തൊപ്പി ഊരി വെച്ചോ? അവിടെ ഇരുന്നോട്ടെ, അവിടെ വെച്ചേരാ. അപ്പം നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. ഇപ്പം ഓച്ചിറ എത്താറായില്ലയോ? എത്രയോ കേട്ടോ. ഏട്ടൊന്നും മിണ്ടാതിരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് വണ്ടി ഓടിക്കുവാന്ന് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ നോക്കുന്നുമില്ല കേട്ടില്ലേ. അതിന് ഇരുന്ന് ഉറങ്ങുവാണെന്ന് അറിയാൻ വയ്യ. അല്ലില്ല അവിടെ വേറെ കൊണ്ടിട്ട് ഇരിക്കുമ്പോഴായിരിക്കും അറിയുന്നത് ഉറങ്ങുക. അതിന് തൊപ്പി വെച്ചേക്കുന്നത് കാണാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പം
ദേവ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ദേവ് ഒറ്റയ്ക്കാണ് വരുന്നത് ട്രെയിനകത്ത്. ഇല്ലേ വൈശുക? അല്ല വൈശു, ദേവ് മാത്രമേ വരുന്നുള്ളൂ. വൈദുവിന് സ്കൂളിൽ പോകണമെന്ന്. ഇന്ന് സ്കൂളിൽ പോകും. അതുകൊണ്ട് ഇല്ലേ വൈശു? അതുകൊണ്ട് വൈദു വരത്തില്ല. ചാച്ചുവിൻ്റെ കൂടെ അവിടെ നിൽക്കുക. ദേവ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇല്ലയോ? വൈശുവിന് വിഷമമുണ്ടോ വൈദു വരാത്തതിന്? വൈദുവിനെ കാണണമെന്നുണ്ടോ? ചാച്ചു വരുമ്പോൾ കൊണ്ടുവരുമായിരിക്കും ഇല്ലയോ? അപ്പം നമുക്കിവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. എത്തി, നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. തോണ്ടടി, അതാടി റെയിൽവേ സ്റ്റേഷൻ. ആ ഇതാ ഇറങ്ങണ്ടേ? പാർക്കിംഗ് ഉണ്ട്. നല്ല വെട്ടമുണ്ടല്ലേ? സമയം കേട്ടോ. 20:52 ട്രെയിൻ ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഏട്ടനിപ്പോൾ വരുന്നിട്ടാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുക. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് നമുക്കകത്ത് അവർ ആലപ്പുഴ എത്തി കേട്ടോ. നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുകയാണ്. വീണാൻ ഐശ്വര്യ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് യാത്ര ചെയ്താൽ മതി അങ്ങ്. കേറ് കേറ്. അവരിപ്പം 3ാമത്തെ പ്ലാറ്റ്ഫോമിലാട്ടോ വരുന്നത്. നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറി മേളിൽ കയറിയിട്ട് താഴോട്ടിറങ്ങണം. സ്റ്റെപ്പൊന്നും കയറി ശീലമില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ ആലപ്പുഴയിൽ നിന്ന് എടുത്തെന്ന് പറഞ്ഞിട്ടോ. ഇനി നേരെ വരും. സൂപ്പർ ഫാസ്റ്റാണ്. ഇനിയെങ്കിലും പിടിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങൾക്കൊക്കെ അവരെത്തുന്നതാണ് കേട്ടോ. ഒരു ട്രെയിൻ ഇവിടെ വരുന്നുണ്ട്. ഏത് ട്രെയിനാണെന്ന് എനിക്കറിയാൻ വയ്യ. മെമുവാ. ആ മെമു എന്ന് പറഞ്ഞാൽ അതാ കാണാൻ പറ്റത്തില്ല. ഒറ്റ പോക്കെ പോകും. മെമു ഇതിവിടെ നിർത്താത്തേ ആയിരിക്കും ചിലപ്പോ. ഭയങ്കര സ്പീഡാ. എന്തുവാ പറയുന്നേ? നോക്കട്ടെ നോക്കട്ടെ എന്ന് പറയുക കേട്ടോ. നോക്കട്ടെ. എന്തോ നോക്കാനാ? ട്രെയിനോ? ട്രെയിനേ നോക്കട്ടെ നോക്കട്ടെ. ആ വരുന്നടി ട്രെയിൻ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചറവറ ട്രെയിൻ.
മതി. ഇതിപ്പോൾ 2 മിനിറ്റ് എങ്ങാണേ ഉള്ളൂ കാണത്തോളൂ. ഇപ്പോൾ എല്ലാ ട്രെയിനും അങ്ങനെ പെട്ടെന്ന് കിടക്കും. അവർ രണ്ടുപേരുടെ അങ്ങോട്ട് പോയി. എ സിക്കകത്താണ് കേട്ടോ വരുന്നത്. AC കമ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ട് അങ്ങായിരിക്കും. അന്നില്ല വന്നപ്പോൾ നമ്മൾ ഇവിടെ ഇല്ലയോ നിന്നേ. മിക്കവാറും ഫ്രണ്ടിൽ അങ്ങായിരിക്കും വരുന്നത്. ഫ്രണ്ടിലല്ലല്ലോ, ബാക്കിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ബാക്കിൽ. അങ്ങ് ലാസ്റ്റ് കൊണ്ടുവന്നാണ് നിർത്തിയത് അവരുടെ. അതുപോലെ തന്നെ ആയിരിക്കും. നിസാമുദ്ദീൻ തന്നെയല്ലേ അപ്പം അങ്ങനെ തന്നെ വരും. നിസാമുദ്ദീനാണ് കേട്ടോ അവർ വരുന്നത്. നിസാമുദ്ദീൻ. പരിചയമില്ലാത്ത 2 പേര് ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ആരാണ് ഗൈസ്? നിങ്ങൾ എങ്ങോട്ട് പോകാനിരിക്കുകയാണ് ഗൈസ്? ഹലോ, എവിടെ പോന്നല്ലോ തൊപ്പിയൊക്കെ വെച്ചോണ്ട്? എടേ അമ്മയുടെ ഫോണിൽ ലൈറ്റ് എത്തി കിടക്കുന്നമ്മ. എന്തോടെ വഴക്ക്? നല്ല തണുപ്പുണ്ട്. കാറ്റൊക്കെ ഉണ്ട് പോയിട്ടോ. ഇതിനെ കാറ്റിട്ടോ. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഏതോ ഒരു ട്രെയിൻ വന്നു. അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ എല്ലാം ട്രെയിൻ പോകുന്നു. നമ്മുടെ ട്രെയിൻ മാത്രം വരുന്നില്ല. നമ്മുടെ ട്രെയിനാണെന്ന് തോന്നുന്നു വരുന്നത്. നമ്മുടെ ട്രെയിനാക്കി. ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻ നമ്മുടെ ട്രെയിനാക്കി. അനൗൺസ് ചെയ്തില്ലല്ലോ. ഇനി മറ്റേ സംഭവമാണ് ഓടിക്കുവാണോ? എഞ്ചിൻ മാത്രമേ ഉള്ളൂ. ബാക്കിൽ നിന്നൊന്നും കാണുന്നില്ലല്ലോ. ഇനി മാറ്. ട്രെയിനാണല്ലോ. അയ്യോ വന്നു ഗൈസ്. ഇതാണെന്ന് തോന്നുന്നു. അല്ലടേ, ഇത് നിർത്തുന്നതല്ലെന്ന് തോന്നുന്നു. നിർത്തുന്നതല്ല. നമ്മളില്ലേ കടയിൽ പോകാണ് കേട്ടോ. വൈശുവിന് ഏതാണ്ടൊക്കെയോ വേണമെന്ന്. അയ്യോ അടച്ച് ചെല്ലേട്ടോ, ഓടിച്ചെല്ലേ ചേട്ടാ, അടയ്ക്കല്ലേ. അയ്യോ ഓടിച്ചല്ലേ അടച്ച്. കടപ്പൂട്ടി തോന്നുന്നു. അയ്യോ പൂട്ടി.
കൂട്ടിയോ? ദേവുവിന്റെ ട്രെയിൻ വരുന്നേ, ഇപ്പൊ വരുവേ. ദേവു എത്താറായി. അല്ല കേട്ടോ, ഒരു 3-നകത്തല്ല കേട്ടോ, 2-നകത്തായിരുന്നു. നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോവാം. ഞങ്ങൾ ഇതുവരെ ഇപ്പുറത്താണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ട്രെയിൻ ആണോ വന്ന്? നിസാമുദ്ദീൻ വന്നേ. ട്രെയിൻ നമ്പർ 1679 പാലക്കാട് നിന്നും കൊല്ലം ചെങ്കോട്ടെ ഫ്രണ്ടിലായിരിക്കും പാലരുവി എക്സ്പ്രസ് കായംകുളം ജംഗ്ഷൻ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. यात्रियों कृपया ध्यान दीजिए, गाड़ी नंबर 1679 पालक्काड से कोल्लम चेंगोटे होकर तिरुनेलवेली तक जाने वाली पालरुवी एक्सप्रेस थोड़ी ही देर में कायंकुलम जंक्शन प्लेटफॉर्म नंबर 4 पर आएगी. Your attention please. Train number 6792 पालक्काड तिरुनेलवेली पालरुवी एक्सप्रेस via कोल्लम चेंगोटे will arrive shortly on कायंकुलम जंक्शन प्लेटफॉर्म नंबर 4. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 1679 പാലക്കാട് നിന്നും കൊല്ലം ചെങ്കോട്ടെ വഴി തിരുനെൽവേലി വരെ പോകുന്ന പാലരുവി എക്സ്പ്രസ് കായംകുളം 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. यात्रियों कृपया ध्यान दीजिए, गाड़ी नंबर 1679 पालक्काड से कोल्लम चेंगोटे होकर तिरुनेलवेली तक जाने वाली पालरुवी एक्सप्रेस थोड़ी ही देर में कायंकुलम जंक्शन आएगी. Your attention please. Train number 1792 पालक्काड तिरुनेलवेली पालरुवी एक्सप्रेस via कोल्लम चेंगोटे will arrive shortly on कायंकुलम junction platform number 4. ഇവിടെ മൊത്തം ഇരുട്ടാണല്ലോ. ദേണ്ട വന്ന് ദേണ്ട നിൽക്കുന്നു. ദേണ്ട വന്നിരിക്കുന്നു ഗൈസ്. നമ്മുടെ ലിസ്റ്റിലില്ലാത്ത ഒരാള് ദേണ്ട വന്നു. ലിസ്റ്റിലില്ലാത്ത ഒരാള്. ഇയാള് വരത്തില്ലെന്ന് പറഞ്ഞു. ആ എന്തെങ്കിലും കൂടെ നോക്കി നോക്കട്ടെ. ഓ അടിപൊളി. ഇല്ല, അവരിനി പരിചയമാവണം. വന്നപ്പോഴേ വൈ കുഞ്ഞു ആവയമ്മച്ചി. ഈ അങ്കിളാ ഞങ്ങളെ എന്തോ എന്തുണ്ടായിരുന്നു? വാ പല്ലേക്കാണ്ട് പോകുന്നില്ലേ എടുത്തേക്കാം. അങ്ങനെ എല്ലാരും ഒരേ കളർ നോക്കി.
രാജസ്ഥാനിൽ പോയി. രാജസ്ഥാനിൽ അയ്യോ അയ്യോ തുമ്മി എൻ്റെ മൂക്ക് വരെ തെറിച്ചു പോയി. പെണ്ണ്. അയ്യോ അച്ചായി എന്തി വാവേ? അച്ചായി എങ്ങനെ അപ്പുറത്തിറങ്ങി? അതെങ്ങനെ അപ്പുറത്തായടേ? സ്റ്റെപ്പ് ഇറങ്ങാതെ എങ്ങനെ അപ്പുറത്ത് പോയി? കളയാതെ വാവേ. ഡേടെ പതുക്കെ പോടേ, ഞങ്ങളൂടെ വരട്ടടേ. അവിടെ നിക്ക് വാവേ. അവര് പതുക്കെ ഇറങ്ങി വരുവാണ് കേട്ടോ. ട്രെയിനൊക്കെ ഇതേ ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ ലിഫ്റ്റിലൊന്നും കയറിയില്ല. ഓഹോ എൻ്റെ മോളെ എന്നെപ്പോലാക്കും ഞാൻ. അതല്ല, ഇതുപോലെ ഉരുണ്ടിരിക്കണോ? ചേച്ചിയമ്മച്ചിയെ പോലെ ചേച്ചിയമ്മച്ചി കഴിക്കുന്ന എല്ലാ സാധനവും മോളും കഴിക്കണം, എന്നാലേ ചേച്ചിയമ്മച്ചിയെ പോലെ ഉരുണ്ട് വരുത്തോളം മോള്. അവക്ക് ഏതാണ്ടൊക്കെ പറയണമെന്നുണ്ടടി, പക്ഷേ ഒന്നും വരുന്നില്ല. ആർക്കാ? ആ ചെറിയ ഇങ്ങോട്ട് നടക്ക്. കട കണ്ടപ്പോ അങ്ങോട്ടൊക്കെ കയറി പോകുന്നുണ്ട്. രണ്ടുപേരുടെ കൈ പിടിച്ചോണ്ട് പോകുന്നുണ്ടോ? ഞങ്ങൾ അങ്ങോട്ട് വരും ചെറുക്കനെ വായതൊക്കെ ഇട്ട് വന്നേ. എന്നിട്ട് ഞങ്ങൾ പറയാ ഉണ്ണിയെ ബോധിച്ചിരിക്കണു. ഇങ്ങോട്ട് വാ. പോകുന്ന കിഴക്കോട്ടല്ലോ, വടക്കോട്ടൊക്കെ പോകും. എങ്ങാണ്ടോട്ടൊക്കെ പോകുന്നത്. അയ്യോ സ്റ്റേഷൻ വിടുകയാണ്. എടുത്തേ ഉണ്ണി, എടുത്തല്ലോ ഉണ്ണി. ഇവിടെ വാ, ഇവിടെ വാ. ഞങ്ങള് വൈശുവിൻ്റെ അടുത്ത് പറഞ്ഞേ ഇത് വരത്തില്ല, നീ മാത്രമേ വരുന്നോളൂ. കേട്ടോ, ഞങ്ങൾ പറഞ്ഞു വൈദു വരുന്നില്ല, സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് നിൽക്കുക, ദേവു മാത്രമേ വരുന്നോളെന്ന്. വൈദു ഇനി ചാച്ചുവിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞിട്ട് വന്നേ വൈശു. വൈശുവിന് ആദ്യം ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ആദ്യം ഭയങ്കര വിഷമമായിരുന്നു, എന്താ വൈദു വരാത്തേ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് അറിയാം സ്കൂളിൽ പോകണ്ടാന്ന്, പഠിക്കാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. തെല്ലിക്കളയില്ലേ? എൻ്റെ അടുത്ത് പറയാം അമ്മച്ചി, അമ്മമ്മ എടുക്കുമെന്ന് അവളെ. ഞാൻ പറഞ്ഞ എന്നെ അമ്മ എടുക്കട്ടെ, നീ താഴെ ഇരിക്കും. പറയാം അമ്മച്ചി എടുക്കുമെന്ന്. എന്നെ എന്നാ എടുത്തോടെ, എന്നെ എടുക്കടേ. ഒരു തൊപ്പിയുണ്ട് വൈശികേ, അമ്മൂമ്മ എടുത്തു. എൻ്റെ പൊന്നു മാവേ, എനിക്ക് എടുക്കാൻ വയ്യ. അതി പോകും. പാവം വൈശുവിനെ എടുക്കാൻ ആരുമില്ല.
എൻ്റെ അടുത്ത് വന്നേ, ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാന്ന്. ഞാൻ ഓടിച്ചിട്ട് ഇങ്ങോട്ടോ ഇതാരാ വൈശികേ? വൈശിക ഇതാരാ? ആരാ അത്? തിരിക്കാൻ പോവാന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കേറി പോവുകയാണ്, തിരിച്ചു പോകുകയാണ്. അല്ല, നമ്മള് നമ്മളെങ്ങോട്ടാ പോകുന്നേ?